നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ നീറ്റ് എക്സാമിനെ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ സാറേ, ഇന്നത്തെ വീഡിയോ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ? അല്ല. നിങ്ങളൊക്കെ ഡോക്ടറാകണമെന്ന് ആഗ്രഹം പറഞ്ഞ ദിവസം മുതൽ ഇന്ന് ഈ ദിവസം വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന, നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന വ്യക്തികൾ ആരാ? പേരൻസ് ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. നീറ്റ് എക്സാമിന് ഏകദേശം ഒരു 15-20 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ സമയത്ത് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷറും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവരെ സമാധാനിപ്പിക്കാൻ വേറെ ആര്? ഞാനല്ലാതെ ആര്? നമ്മുടെ പേരൻസ് തന്നെ ഉള്ളൂ. പേരൻസ് ആണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടവർ. അവർ പലതരത്തിലുള്ള ടെൻഷനുകൾ പറയും. ഓരോ ദിവസവും മെയ് 3 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ഓരോ ദിവസം അടുക്കും തോറും അവർക്ക് ടെൻഷൻ കൂടി വരും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. നിശ്ചയ സമയത്തിനുള്ളിൽ അവർ വിചാരിച്ചത്രയും പഠിച്ചു തീർക്കാൻ പറ്റാത്തതിൻ്റെ ടെൻഷൻ അവർക്ക് കാണും. പല ടൈപ്പിലുള്ള പ്രഷറും ടെൻഷനും ഒക്കെ അവർക്കുണ്ട്. ആ സമയത്തൊക്കെ അവർ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. അമ്മ, അച്ഛാ, ടെൻഷൻ വരുന്നുണ്ട്, സമയം കുറവാണ്, റിവൈസ് ചെയ്ത് അങ്ങോട്ട് തീരുന്നില്ല, അങ്ങനെ പല രീതിയിലും വിഷമങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. അതൊക്കെ മാറാൻ സമാധാനത്തിന് അവർ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും എത്തുക. ചിലർ വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും. ചിലർ ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ആ ഒരു സൊല്യൂഷന് വേണ്ടി എത്തുക. അപ്പോൾ ഏത് ആൾക്കാരാണ്, ഏത് പേരൻ്റ് ആണെങ്കിലും പറയേണ്ട ഒറ്റ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ, നീറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സാമാണ്. ആ വലിയ എക്സാമിനെ നേരിടുന്ന കുട്ടികൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുമോ? ടെൻഷൻ എന്തായാലും വരും. അപ്പം നമ്മളൊക്കെ ആ കാലഘട്ടത്തിലൂടെ, പഠിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോയവരായിരിക്കുമല്ലോ നിങ്ങൾ ഒട്ടുമിക്ക പേരൻസും. അപ്പോൾ കുട്ടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറ്റുന്നത്രയും നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്, ഇനി കുറച്ച് ദിവസങ്ങളോടെ അല്ലേ ഉള്ളൂ, പറ്റുന്ന പോലെ നീ ഇനിയുള്ള ദിവസങ്ങളും പരിശ്രമിക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് അത്രയും നാളുണ്ടായിരുന്ന പ്രഷർ, അത്രയും നേരം അവർക്ക് തോന്നിയ പ്രഷർ, അതൊന്നും ഇല്ലാണ്ടായ പോലെ തോന്നും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ തണലാകേണ്ട, അല്ലെ അവർ ജീവിതത്തിൽ ഇനിയും അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ഇത്രയും വലിയൊരു എക്സാമിന് കുഴപ്പമില്ല, നീ ഇത്രയും നാൾ പരിശ്രമിച്ചില്ലേ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസമാകും. ഈ റിപ്പീറ്റിൻ്റെ തുടക്കത്തിലൊക്കെ കുട്ടികൾക്ക് മാർക്ക് ഭയങ്കര കുറവായിരിക്കും, റാങ്കൊക്കെ താഴെ ആയിരിക്കും. അപ്പോൾ ഉടനെ പേരൻസിനെയാണല്ലോ അവർ വിളിക്കുക. നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ പറയുണ്ടാകും, അമ്മ, അച്ഛാ, മാർക്ക് കുറവാണ്, റാങ്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുഴപ്പമില്ല, അടുത്ത എക്സാമിൽ കയറി വാ. ആ ഒരു സാധനമായിരിക്കും, ആ ഒരു പ്രചോദനമായിരിക്കും ഒരു കൊല്ലം അവരെ പഠിക്കാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ടുവന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞ ഡ്രീം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ ഒരു കൊല്ലം അവരെ കൃത്യനിഷ്ഠയോടെ പഠിക്കാൻ കാരണമാക്കിയത്. അപ്പം അങ്ങനെ റാങ്ക് കയറി വന്ന ആൾക്കാർ കാണും, അല്ലെങ്കിലും റാങ്ക് ഇപ്പോഴും ആ രീതിയിൽ റാങ്ക് കുറഞ്ഞുള്ള ആൾക്കാർ കാണും. ഏത് രീതിയിലുമുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ പഠിക്കാൻ ബുദ്ധിയുള്ളത്. അങ്ങനെയല്ലേ നമ്മൾ പറയാം, എല്ലാവരും ഒരേപോലെ അല്ല പഠിക്കുന്ന കാര്യത്തിൽ. നീറ്റ് എന്ന് പറഞ്ഞാൽ ടഫ് എക്സാമാണ്, കോമ്പറ്റീഷനാണ്. പലരും ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ കാണും, ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർ കാണും. അതിനനുസരിച്ചൊക്കെ റാങ്ക് മാറിക്കൊണ്ടേയിരിക്കും. ഏത് ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ റാങ്ക് കൂടിയവരായിക്കോട്ടെ, ചിലപ്പോൾ ആ രീതിയിലേക്ക് എത്താൻ പറ്റാത്തവരായിക്കോട്ടെ, എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പറയേണ്ടത്, ഇത്രയും നാൾ നീ പരിശ്രമിച്ചില്ലേ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു മറുപടിയോടെ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വേറെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രചോദനത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് അവരുടെ ഹെൽത്തും കൂടെ നോക്കണം. നല്ല ഫുഡ് കൊടുക്കുക, അവരെ ഉറങ്ങാൻ പറയുക. ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ട സമയമാണ്. ഏകദേശം 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങേണ്ട സമയമാണ്. പലരും ടെൻഷൻ കാരണം ഉറക്കം കുറയ്ക്കുന്നവരുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ പറയണം, ഉറക്കം എന്തായാലും വേണം, 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിക്കുന്ന ഹെൽത്തി ഫുഡ് കഴിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ അവരോട് കൂടുതൽ സംസാരിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് കൊടുത്തില്ലേ, അതേ സപ്പോർട്ട് കുറച്ചുകൂടെ തീവ്രതയിൽ കൊടുക്കേണ്ട സമയമാണിപ്പം. കുറച്ചുകൂടെ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നീറ്റ് എന്ന് പറയുന്ന എക്സാം മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ടഫ് എക്സാമാണ്. നിങ്ങൾ അവിടുത്തെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ടഫ് എക്സാം നീ ഫേസ് ചെയ്യുമ്പം ജീവിതത്തിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളും ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക.
എല്ലാവരും പണ്ട സാധനമാണ്. നിനക്ക് എന്താ റാങ്ക് ഇല്ലാത്തത്, നീ എന്തീ കാണിച്ചത് ഈ 1 കൊല്ലം, അല്ലെങ്കിൽ നീ എന്തീ പഠിക്കുന്നത്, നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. നമ്മൾ നേരെ കയറി ചൂടാകുകയല്ല വേണ്ടത്. അവിടുത്തെ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുക, കുഴപ്പമില്ല, ഒരു ടഫ് എക്സാം അല്ലേ, നീ പറ്റുന്ന പോലെ പോയി എഴുതി വാ, സമാധാനത്തിൽ പഠിക്കാൻ ശ്രമിക്കുക, നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക, നല്ലപോലെ ഉറങ്ങാൻ ശ്രമിക്കുക. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ മക്കളെ, ജീവിതത്തിൽ ഇനി ഒരുപാടില്ലേ, നീറ്റ് എക്സാം വരുന്നിടത്ത് വെച്ച് നോക്കാം. റിസൾട്ട് എന്തുമായിക്കോട്ടെ, ആ ഒരു കോൺഫിഡൻസ് എന്തായാലും കൊടുക്കണം. റിസൾട്ട് എന്തുമായിക്കോട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അവരെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക. പഠിക്കാൻ നോക്കിട്ടോ, സമയം ലാഭിച്ച് പഠിക്കാൻ നോക്കിട്ടോ, ഉറക്കം എന്തായാലും വേണം, ഉറക്കം കുറയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ. ആ രീതിയിലൊക്കെ സംസാരിച്ച് അവർക്ക് മോട്ടിവേഷൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ടും കൊടുക്കാൻ നോക്കുക. അധികം അവരുടെ ഇപ്പോഴത്തെ മാർഗം ഇപ്പമുള്ള റാങ്കിനെ ഒന്നും അധികം വിലയിരുത്താതെ, ബാക്കി കുട്ടികളുമായിട്ടൊന്നും അധികം കമ്പയർ ചെയ്യാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആ രീതിയിലുള്ള ഒരു വർത്തമാനം നമ്മളവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. സത്യത്തിൽ ഇനിയും ജീവിതം ബാക്കിയല്ലേ മുമ്പോട്ട്. ഈ നീറ്റല്ലാതെ ഇനിയും ഒരുപാട് എക്സാമുകളില്ലേ, ഇനി ഒരുപാട് പ്രഷറും ടെൻഷനും ഒക്കെ അവർക്ക് ഡീൽ ചെയ്യേണ്ടി വരില്ലേ. നമ്മൾ ആ സമയത്തൊക്കെ കോൺഫിഡൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. പേരൻസ്, അതാണ് ഏറ്റവും കൂടുതൽ പേരൻസ് ആണ് ഈ സമയത്ത് അവർക്ക് വേണ്ടത്. അവർക്ക് ഏറ്റവും കൂടുതൽ തുണയെന്ന് പറഞ്ഞാലും പേരൻസ് തന്നെ ആയിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് നിങ്ങളുടെ അടുത്തുനിന്നുള്ള ഒരു ചെറിയൊരു ആശ്വാസ വാക്ക് പോലും അവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ചിലപ്പം എന്താ പറയുക, ഒന്ന് തളർന്നിരിക്കുന്ന മൊമെൻ്റ് ആയിരിക്കും. ഒന്ന് ഹോസ്റ്റലിലെ വാർഡനോടൊക്കെ ചോദിച്ച് നിങ്ങളൊന്ന് വിളിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചോ, എന്താ ഉറങ്ങിയോ, കുഴപ്പമില്ലല്ലോ, പഠിച്ചോ, കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാലോ, അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാലോ, അങ്ങനെയുള്ള വാക്കുകൾ പറയാം. അല്ലാതെ നിനക്ക് ഇപ്പം എത്ര റാങ്ക് പഠിക്കുന്നൊന്നും ഇല്ലേ, എന്താ റാങ്ക് എന്താ ഇല്ലാത്തത്, റാങ്ക് എന്താ ഈ ലെവലിലേക്ക് എത്താത്തത്, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തെക്കുറിച്ചും ഉറങ്ങാനും ടെൻഷൻ അടിക്കണ്ടെന്നും, കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ റെഡി ആകുമെന്നും, പിന്നെ റെസ്റ്റ് എടുക്കാമെന്നും, ആ രീതിയിലൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ ഒരു കുട്ടി അവർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ഒരു റോളുള്ളതാണ്, അവരുടെ ലൈഫ് റോളിലാണ് അവരുടെ പേരൻസിനും. അപ്പോൾ ഇന്നൊരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം മക്കളോടും കൂടെ ചെറിയ സാധനം പറയാനുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മാക്സിമം നിങ്ങൾ പേരൻസിനോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അവരല്ലാതെ ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലേ? ജീവിതത്തിൽ അവരല്ലാതെ ആര്? ഞാനൊക്കെ ഇന്ന് ഡോക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റിപ്പീറ്റ് കാലഘട്ടത്തിൽ ഞാൻ ഓരോ റാങ്ക് കുറയുമ്പോഴും ഞാൻ വീട്ടിൽ അമ്മേനെ വിളിക്കും. അമ്മയെ പറയാം, കുഴപ്പമില്ല, അടുത്തേൽ നോക്കി കയറി വാ. അമ്മ പറഞ്ഞ ട്രിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു റാങ്കിൽ 40ാം സ്ഥാനത്താണെങ്കിൽ 5 മുകളിലേക്ക് വരാൻ നോക്ക്, 35 ആകെ, 30 ആകെ, 25 ആകെ, അങ്ങനെ ഞാൻ കയറി വന്നത് നീറ്റിൻ്റെ സമയത്ത്. ഓക്കെ മക്കളെ, എന്തുമായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെ ആയിക്കോട്ടെ, ഡസ് ഇൻ മാറ്റർ. നിങ്ങൾ ഇത്രയും 4 വർക്ക് ചെയ്തല്ലോ, ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. നിങ്ങളെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു ഫാമിലിയിലെ മെമ്പർ എന്ന നിലയിൽ അങ്ങനായിട്ട് കണ്ട് ഞാൻ പറയണം, മക്കളെ എന്തു ആയിക്കോട്ടെ, എവിടെയാണ് നിൽക്കുന്നത്, റാങ്ക് കാര്യങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാം, വിശ്രമിക്കാം, എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. കമോൺ ഗൈസ്, ഒരു 20 ഡേയ്സും കൂടെ ബാക്കിയുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റും.